ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പോർട്സ് അറീന. അങ്ങനെ നമ്മൾ ഗെയിം വീക്ക് 11ലേക്ക് കിടക്കുകയാണ്. ഗെയിം വീക്ക് 11ന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഡിസംബർ 5-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് 4:30 തീർച്ചയായും ഡെഡ് ലൈനിന് മുന്നേ തന്നെ എല്ലാ മാനേജേഴ്സും പ്ലേയിങ് ലെവൽ സെറ്റ് ചെയ്യുക, ട്രാൻസ്ഫേഴ്സ് നടത്തുക. ഗെയിം വീക്ക് 11ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം വീക്ക് 11ൽ 2 ടീമുകൾ മത്സരിക്കുന്നില്ല. ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരം കോവിഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 11ൽ 18 ടീമുകൾക്ക് മാത്രമേ മത്സരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂകാസിലിന്റെയും ആസ്റ്റൺ വില്ലയുടെയും പ്ലെയേഴ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കുകയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ നമുക്ക് ഗെയിം വീക്ക് 11ന്റെ ഫിക്സ്റ്റേഴ്സ് ഒന്ന് നോക്കാം. ഗെയിം വീക്ക് 11ൽ പ്രധാനമായ ഒരു മത്സരം എന്ന് പറയുന്നത് ലണ്ടൻ ഡെർബിയാണ്. ആർസണൽ വേഴ്സസ് സ്പേഴ്സ് മത്സരം ഗെയിം വീക്ക് 11 നടക്കുന്നത്. തീർച്ചയായും വളരെ മികച്ച ഒരു മത്സരമായിരിക്കും അതെന്ന് നമുക്ക് കരുതാം. അതുപോലെ ഗെയിം വീക്ക് 11ലെ മറ്റൊരു പ്രധാന മത്സരം ഗെയിം വീക്ക് 11ൽ ചെൽസി ഏറ്റുമുട്ടുന്നത് ലീഡ്സ് യുണൈറ്റഡ് ആയിട്ടായിരിക്കും. തീർച്ചയായും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ടീമാണ് ലീഡ്സ് യുണൈറ്റഡ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പോരാട്ടമാവാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ് ചെൽസി വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടം. അതുപോലെ ലിവർപൂൾ ഗെയിം വീക്ക് 11 നേരിടുന്നത് വോൾസിനെ ആയിരിക്കും. തീർച്ചയായും അതും ഒരു നല്ല മത്സരമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഗെയിം വീക്ക് 11ന്റെ ഫിക്സ്ചർ ഈസിനെസ്സും ഡിഫിക്കൽട്ടിയും ഒന്ന് നോക്കാം. ഗെയിം വീക്ക് 11ലേക്ക് പോവുകയാണെങ്കിൽ ഗെയിം വീക്ക് 11ൽ ചെൽസി ലീഡ്സ് യുണൈറ്റഡ് ആയതുകൊണ്ട് തന്നെ അല്പം ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ അതിനുശേഷം വരുന്ന ഗെയിം വീക്കുകളിലും ചെൽസിക്ക് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് തന്നെയാണ്. ഗെയിം വീക്ക് 11ലേക്ക് പോകണമെങ്കിൽ ലെയ്സ്റ്ററിനാണ് ഇനി അങ്ങോട്ടേക്ക് ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ്. ഈ വീക്കിൽ ഷെഫീൽഡ് യുണൈറ്റഡിനാണ്. അതിനുശേഷം വരുന്ന ഗെയിം വീക്കുകളിലും ലെയ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് തന്നെയാണ്. അതുപോലെ ലിവർപൂളിലേക്ക് പോവുകയാണെങ്കിൽ ലിവർപൂളിലും ഇനി അങ്ങോട്ടേക്കുള്ള 2 ഗെയിം വീക്കുകൾ ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. ഗെയിം വീക്ക് 11ൽ വോൾസ് ആണെങ്കിൽ അതിനുശേഷം ഫുള്ളമാണ് ലിവർപൂളിന്റെ എതിരാളികൾ. അതുപോലെ ഗെയിം വീക്ക് 11ൽ ക്രിസ്റ്റൽ പാലസിനും എവേർട്ടണും ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. എന്നാൽ അതിനുശേഷം ഈ ഇരു ടീമുകൾക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ് വരാനിരിക്കുന്നത്. ഗെയിം വീക്ക് 11ൽ സതാംപ്ടണും ഈസി ആയിട്ടുള്ള 2 ഫിക്സേഴ്സ് ആണ്. ഇനി അങ്ങോട്ടേക്കുള്ള 2 ഗെയിം വീക്കുകളിൽ സതാംപ്ടൺ പ്ലേയേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതും നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. ഇനി നമ്മൾ വോൾസിലേക്ക് പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വോൾസിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. അതുകൊണ്ട് വോൾസ് താരങ്ങളെ ടീമിൽ നിന്നും ഒഴിവാക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും. അതുപോലെ വെസ്റ്റ് ഹാം താരങ്ങൾക്കും ടീമിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ് ഇനി വരാനിരിക്കുന്നത്. അതുപോലെയാണ് ഫുള്ളം താരങ്ങളെയും ടീമിൽ നിന്നും ഒഴിവാക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും. ആഴ്സണലിന് ഈ ഗെയിം വീക്കിൽ ടോട്ടനം ആണ് എതിരാളികൾ. എന്നാൽ അതിനുശേഷം വരുന്ന ഗെയിം വീക്കിൽ ആഴ്സണലിന് ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആയതിനാൽ ആഴ്സണൽ താരങ്ങളെ ഈ ഗെയിം വീക്കിന് ശേഷം ടീമിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു തീരുമാനം ആയിരിക്കാനാണ് സാധ്യത. ബാക്കി ടീമുകൾക്ക് ഈസി ആവറേജ് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ന്യൂകാസിൽ ആസ്റ്റൺ വില്ല മത്സരം ഈ ഗെയിം വീക്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അത് ശ്രദ്ധിച്ച് ട്രാൻസ്ഫേഴ്സ് നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഗെയിം വീക്ക് 10 കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നവംബർ മന്തിന്റെ എല്ലാ ഗെയിം വീക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഡിസംബർ മന്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും നമുക്ക് നവംബർ മന്തിൽ സ്പോർട്സ് അറീനയുടെ 3 ടീമുകൾ എപ്രകാരമാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്നും അവരുടെ പൊസിഷൻസ് എന്തൊക്കെയാണെന്നും അവർ നടത്തിയ ട്രാൻസ്ഫേഴ്സ് ഏതൊക്കെയാണെന്നും നിലവിൽ ആ ടീമുകളിൽ ഉള്ള താരങ്ങൾ ആരൊക്കെയാണെന്നും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി സ്പോർട്സിന്റെ പ്രധാന ടീമിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്പോർട്സ് അറീനയുടെ പ്രധാന ടീമാണ്. ഈ ടീം ഓവറോൾ ആയി 637 പോയിന്റുകൾ സ്വന്തമാക്കി. ഈ ടീമിന്റെ ഓവറോൾ റാങ്ക് എന്ന് പറയുന്നത് 72,000 റാങ്കാണ്. ഈ ടീം നമുക്ക് നവംബർ മന്തിൽ നടത്തിയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഒന്ന് നോക്കാം. ഈ ടീം നവംബറിൽ 3 ട്രാൻസ്ഫേഴ്സ് ആണ് പ്രധാനമായി നടത്തിയിട്ടുള്ളത്. അലക്സാണ്ടർ അർണോൾഡിനെ ഗെയിം വീക്ക് 8ൽ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് സൂമയെ ടീമിൽ ഉൾപ്പെടുത്തി. അതുപോലെ ഫോർഡനെ ഗെയിം വീക്ക് 9ൽ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് ബ്രൂണോ ഫെർണാണ്ടസിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഗെയിം വീക്ക് 10ൽ പെരേരയെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് ഗ്രീലിഷിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഇനി നമുക്ക് ഈ ടീമിൽ നിലവിൽ ഉള്ള 15 താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ടീമിൽ ഗോൾ കീപ്പർമാരായി റയാൻ മക്കാർത്തി എന്നീ 2 താരങ്ങളാണുള്ളത്. ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ ടൈലർ, സൂമ, കീൻ, സെയ്സ്, ഡാൻ എന്നീ താരങ്ങളാണുള്ളത്. മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രീലിഷ്, സാഹ, ബ്രൂണോ ഫെർണാണ്ടസ്, സോൺ, റോഡ്രിഗസ് എന്നീ 5 താരങ്ങളാണ് മിഡ്ഫീൽഡിലുള്ളത്. ഫോർവേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ബംഫോർഡ്, ഹാരി കെയ്ൻ, കാലം വിൽസൺ എന്നീ 3 താരങ്ങളാണ് ഫോർവേഡ്സിലുള്ളത്. തീർച്ചയായും ഗെയിം വീക്ക് 11ലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസ്ഫർ കൂടി നടത്തി തീർച്ചയായും ഈ ടീമിനെ മികച്ച ഒരു ടീമാക്കി മാറ്റും. അതുപോലെ ഈ ടീം ഇതുവരെ വൈൽഡ് കാർഡ് എടുത്തിട്ടില്ല. തീർച്ചയായും ഗെയിം വീക്ക് 11 ശേഷം ഡിസംബറിൽ തന്നെ തീർച്ചയായും വൈൽഡ് കാർഡ് എടുക്കാൻ കൂടി ഈ ടീം ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുതരുന്നു. എന്തായാലും ഈ ടീം വരും ഗെയിം വീക്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും നമുക്കിനി സ്പോർട്സ് അറീനയുടെ 2ാമത്തെ ടീമിലേക്ക് പോകാം. ഇനി നമുക്ക് സ്പോർട്സ് അറീനയുടെ 2ാമത്തെ ടീമിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സ്പോർട്സ് അറീനയുടെ 2ാമത്തെ ടീമാണ്. ഈ ടീമിന്റെ ഓവറോൾ പോയിന്റ് എന്ന് പറയുന്നത് 558 പോയിന്റ് ആണ്. ഓവറോൾ റാങ്ക് എന്ന് പറയുന്നത് 13,78,000 ആണ്. ഈ ടീം നവംബറിൽ നടത്തിയുള്ള ട്രാൻസ്ഫേഴ്സ് നമുക്ക് നോക്കാം. ഗെയിം വീക്ക് 8ൽ ജോർജിനിയെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് ഫോർണൽസിനെ ടീമിൽ ഉൾപ്പെടുത്തി.
ഗെയിം വീക്ക് 9 ട്രാൻസ്ഫർ ഒന്നും തന്നെ നടത്തിയില്ല. ഗെയിം വീക്ക് 10 ക്ലിച്ചിനെ അവോയ്ഡ് ചെയ്ത് CHനെ ടീമിൽ ഉൾപ്പെടുത്തി. തീർച്ചയായും ഗെയിം വീക്ക് 11 പോകുമ്പോൾ ഈ ടീമിന് 2 ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. തീർച്ചയായും മികച്ച ട്രാൻസ്ഫേഴ്സ് നടത്തി ഈ ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് നിലവിൽ ഈ ടീമിലുള്ള 15 താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഗോൾ കീപ്പർമാരായി ഈ ടീമിൽ ഉള്ളത് മാർട്ടിനസ്, റയൻ എന്നീ താരങ്ങളാണ്. ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ റീസെ ജെയിംസ്, മിച്ചൽ, ജസ്റ്റിൻ, ഈഗൺ, വാൾക്കർ പീറ്റേഴ്സ് എന്നീ താരങ്ങളാണ് ഡിഫൻസിൽ ഉള്ളത്. മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രീലിഷ്, CH, സ്റ്റെർലിംഗ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഫോർണൽസ് എന്നീ 5 താരങ്ങളാണ് മിഡ്ഫീൽഡിൽ അണിനിരക്കുന്നത്. ഫോർവേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ കാൽവേർട്ട് ലെവിൻ, വാർഡി, കാലം വിൽസൺ എന്നീ 3 താരങ്ങളാണ് ഈ ടീമിന്റെ ഫോർവേഡ്സിലുള്ളത്. തീർച്ചയായും ഗെയിം വീക്ക് 11 പോകുമ്പോൾ ഈ ടീം മികച്ച പെർഫോമൻസ് നടത്തുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ ഓൾറെഡി വൈൽഡ് കാർഡ് ഉപയോഗിച്ച ടീം കൂടിയാണ് ഇത്. എന്തായാലും നമുക്ക് ഈ ടീമിന്റെ മികച്ച പെർഫോമൻസ് വരും വീക്കുകളിൽ കാത്തിരുന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സ്പോർട്സ് സണിയുടെ 3ാമത്തെ ടീമാണ്. ഈ ടീമിന്റെ ഓവറോൾ പോയിന്റ് ഇതുവരെ നേടിയിരിക്കുന്നത് 557 പോയിന്റുകളാണ്. ഈ ടീമിന്റെ ഓവറോൾ റാങ്ക് എന്ന് പറയുന്നത് 14,17,000 ആണ്. ഇനി നമുക്ക് ഈ ടീം നവംബറിൽ നടത്തിയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഒന്ന് നോക്കാം. ഈ ടീം നവംബറിൽ 4 ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുണ്ട്. ഗെയിം വീക്ക് 7 ട്രാൻസ്ഫേഴ്സ് ഒന്നും തന്നെ നടത്താത്തതുകൊണ്ട് ഗെയിം വീക്ക് 8 2 ട്രാൻസ്ഫേഴ്സ് നടത്തി. ഗെയിം വീക്ക് 8 ഗോൾ കീപ്പറായ നൈലൻഡിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് മെസ്ലിയറിനെ ടീമിൽ ഉൾപ്പെടുത്തി. അതുപോലെ അലക്സാണ്ടർ അർണോൾഡിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് ബെല്ലറിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഗെയിം വീക്ക് 9 ബ്രൂസ്റ്ററിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് വാറ്റ്കിൻസിനെ ടീമിൽ ഉൾപ്പെടുത്തി. അതുപോലെ ഗെയിം വീക്ക് 10 സാഹയെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്ത് ജോട്ടയെ ടീമിൽ ഉൾപ്പെടുത്തി. ഇനി നമുക്ക് ഈ ടീമിന്റെ ടോട്ടലായി ഇതുവരെ ഈ ടീമിലുള്ള 15 താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പർമാരായ ഈ ടീമിൽ മെസ്ലിയറും മെക്കാർത്തിയും ആണുള്ളത്. ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ ബെല്ലറിൻ, മിച്ചൽ, ജസ്റ്റിൻ, ഡൊഹേർട്ടി, ഗിൽമാൻ എന്നീ 5 താരങ്ങളാണ് ഡിഫൻസിലുള്ളത്. മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ മൗണ്ട്, സല, മഹറിസ്, സൂസക്, ജോട്ട എന്നീ താരങ്ങളാണ് മിഡ്ഫീൽഡിൽ അണിനിരിക്കുന്നത്. ഫോർവേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ വാർഡി, ഹാരി കെയ്ൻ, വാറ്റ്കിൻസ് എന്നീ 3 താരങ്ങളാണ് ഈ ടീമിന്റെ ഫോർവേഡ്സിലുള്ളത്. തീർച്ചയായും ഗെയിം വീക്ക് 11 പോകുമ്പോൾ ഈ ടീം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ ഇതുവരെ വൈൽഡ് കാർഡ് ഉപയോഗിക്കാത്ത ടീമാണിത്. തീർച്ചയായും ഇനി ഡിസംബറിൽ ഈ ടീം വൈൽഡ് കാർഡ് ഉപയോഗിച്ച് മികച്ചൊരു പ്ലേയിങ് 15 ടീംസിനെ കൊണ്ടുവരുമെന്ന് നമുക്ക് കരുതാം. അടുത്തതായി നമുക്ക് ഇഞ്ചുറിയാലും മറ്റ് കാരണങ്ങളാലും ഗെയിം വീക്ക് 11 കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളെ നോക്കാം. ആദ്യമായി നമുക്ക് ആർസണലിലേക്ക് പോകാം. ആർസണൽ താരങ്ങളായ ഡേവിഡ് ലൂയിസ് അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ പെപ്പെ റെഡ് കാർഡ് വാങ്ങിയതുകൊണ്ട് തീർച്ചയായും ഡിസംബർ 16 വരെ സസ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങൾ ഗെയിം വീക്ക് 11 കളിക്കുകയില്ല. അടുത്ത ആസ്റ്റൺ വില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയ്ക്ക് ഗെയിം വീക്ക് 11 മത്സരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആസ്റ്റൺ വില്ല താരങ്ങൾക്ക് ആർക്കും തന്നെ ഗെയിം വീക്ക് 11 മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇനി നമ്മൾ ബ്രൈറ്റനിലേക്ക് പോവുകയാണെങ്കിൽ മൗപ്പെ, ലല്ലാന എന്നീ താരങ്ങൾക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി നമ്മൾ ചെൽസിയിലേക്ക് പോവുകയാണെങ്കിൽ ചെൽസിയിലെ യാതൊരു താരങ്ങൾക്കും ഇഞ്ചുറി ഇല്ല. തീർച്ചയായും ചെൽസി ഫുള്ളായി ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ടീമായി മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിസ്റ്റൽ പാലസിലേക്ക് പോവുകയാണെങ്കിൽ കോവിഡ് ആയതുകൊണ്ട് സാഹ അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. എവർട്ടണിലേക്ക് പോവുകയാണെങ്കിൽ ഡീഞ്ഞെ ആംഗിൾ ഇഞ്ചുറി ആയതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ഗെയിം വീക്കിൽ കളിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ കോൾമാനും ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയതുകൊണ്ട് അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുപോലെ ഫുള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ കൊങ്കോളോ എന്ന താരം ഫുട്ട് ഇഞ്ചുറി ആയതുകൊണ്ട് അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ലീഡ്സ് യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ ഹാരിസൺ, ഹെർണാണ്ടസ് എന്നീ താരങ്ങൾ ഇഞ്ചുറി ആയതുകൊണ്ട് അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ്. ലെസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ കസാഗിനെ ഇതുവരെ ഇഞ്ചുറി മാറി പൂർണ്ണമായും കളിക്കാൻ സജ്ജനായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ഗെയിം വീക്കിൽ കസാഗിനെയും കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി നമ്മൾ ലിവർപൂളിലേക്ക് പോവുകയാണെങ്കിൽ ലിവർപൂൾ കൂടുതൽ ഇഞ്ചുറി വന്നിട്ടുള്ള ഒരു ടീം കൂടിയാണ്. ലിവർപൂൾ താരങ്ങളായ റോബർട്ട്സൺ, അലിസൺ, ഹെർണാണ്ടസ്, മിൽനർ എന്നീ താരങ്ങൾ ഇഞ്ചുറി ആയതുകൊണ്ട് ഗെയിം വീക്ക് 11 കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അടുത്തതായി നമുക്ക് ഗെയിം വീക്ക് 11 പോകുമ്പോൾ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെ നോക്കാം. പ്രധാനമായും മാനേജേഴ്സ് ടീമിൽ ഉൾപ്പെടുത്താത്തതും എന്നാൽ വരും ഗെയിം വീക്കിൽ പെർഫോം ചെയ്യാൻ സാധ്യത ഉള്ളതുമായ കുറച്ച് താരങ്ങളെ നോക്കാം. ആദ്യമായി ഡാനി വെൽബക്ക് ആണ്. ഡാനി വെൽബക്ക് ബ്രൈറ്റൺ താരമാണ്. അദ്ദേഹം ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 5.5 മില്യൺ ആണ്. അദ്ദേഹം ഇതുവരെ 17 പോയിന്റുകൾ സ്വന്തമാക്കി. 0.4% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ഇതുവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും കഴിഞ്ഞ ഗെയിം വീക്കുകളിൽ ബ്രൈറ്റന് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരമാണ് ഡാനി വെൽബക്ക്. വരും ഗെയിം വീക്കുകളും അദ്ദേഹം മികച്ച ഫോം പിന്തുടരും എന്ന് നമുക്ക് കരുതാം. അതുപോലെ പെനാൽറ്റി എടുക്കാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് വെൽബക്ക്. തീർച്ചയായും വെൽബക്കിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. അടുത്തതായി ലീഡ്സ് യുണൈറ്റഡ് താരമായ റാഫീഞ്ഞയാണ്. റാഫീഞ്ഞ മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ് 5.4 മില്യൺ ആണ്. ഇതുവരെ അദ്ദേഹം 15 പോയിന്റുകളാണ് നേടിയിട്ടുള്ളത്. ഒരുപാട് ഷോർട്ട് ഓൺ ടാർജറ്റുകൾ ചെയ്യുന്ന താരം കൂടിയാണ് റാഫീഞ്ഞ. അദ്ദേഹത്തിന്റെ ഇതുവരെ 0.2% മാനേജേഴ്സ് മാത്രമേ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും ലീഡ്സ് യുണൈറ്റഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ടീമാണ്. അതുപോലെ ഒരുപാട് സ്കോറിംഗ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടീം കൂടി ആയതിനാൽ റാഫീഞ്ഞ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.
അടുത്തതായി സിറ്റി താരമായ റൂബൻ ഡയാസ് ആണ്. അദ്ദേഹം ഡിഫൻസ് പൊസിഷൻ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ് 5.6 മില്യൺ ആണ്. അദ്ദേഹം ഇതുവരെ 23 പോയിന്റുകൾ സ്വന്തമാക്കി. ഇതുവരെ 2.8% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അദ്ദേഹം തീർച്ചയായും നല്ലൊരു ഡിഫൻസിൽ നല്ലൊരു പ്രധാന പ്ലെയർ ആണ് സിറ്റിയുടെ. അതുപോലെ ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിം വീക്കിൽ തീർച്ചയായും ഫുൾ ടൈം കളിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ കൂടി ആയിരിക്കും. തീർച്ചയായും സിറ്റിക്ക് ഇനി അങ്ങോട്ടേക്ക് ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആയതിനാൽ റൂബൻ ഡയാസ് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അടുത്തതായി ഷെഫീൽഡ് യുണൈറ്റഡ് താരമായ മക് ബെർനെ എന്ന താരമാണ്. അദ്ദേഹം ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ് 5.6 മില്യൺ ആണ്. 18 പോയിന്റുകളാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. 0.3% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് 2 ഗെയിം വീക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 10 ഷോട്ട്സ് എടുത്തു. അതിൽ 5 ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു. കഴിഞ്ഞ 2 ഗെയിം വീക്കിൽ നോക്കുമ്പോൾ ടോട്ടലായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും അധികം ഷോട്ട്സ് എടുത്ത താരം, ഏറ്റവും അധികം ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എടുത്ത താരങ്ങളിൽ ഒരാളാണ് മക് ബേൺ എന്നുള്ളത്. തീർച്ചയായും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അടുത്തതായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ എഡിസൺ കവാനിയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഗെയിം വീക്കിൽ 2 ഗോളും 1 അസിസ്റ്റും സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി സ്വന്തമാക്കിയ താരമാണ് എഡിസൺ കവാനി. തീർച്ചയായും അദ്ദേഹവും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അദ്ദേഹത്തിന് വാല്യൂ എന്ന് പറയുന്നത് 8 മില്യൺ ആണ്. അദ്ദേഹത്തിന് ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരം 22 പോയിന്റുകളാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇതുവരെ 22.2% മാനേജേഴ്സ് മാത്രമേ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും വളരെ മികച്ച ഒരു ഓപ്ഷൻ ആയിരിക്കും എഡിസൺ കവാനി. അടുത്തതായി നമുക്ക് ഗെയിം വീക്ക് 11ലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഔട്ടും ട്രാൻസ്ഫർ ഇന്നും നേരിട്ട താരങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ട്രാൻസ്ഫർ ഇൻ നോക്കാം. ഗെയിം വീക്ക് 11ലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേടിയ താരം ജോട്ടയാണ്. തീർച്ചയായും ജോട്ട കഴിഞ്ഞ 3 ഗെയിം വീക്കുകളായി മികച്ച പെർഫോമൻസ് ആണ് ലിവർപൂളിന് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോട്ടയെ ഒരുപാട് മാനേജേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തി. രണ്ടാമതായി ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേരിട്ട താരം എന്ന് പറയുന്നത് മഹറിസ് ആണ്. കഴിഞ്ഞ ഗെയിം വീക്കിൽ അദ്ദേഹം ഹാർട്രിക്കോടുകൂടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കിങ് ഓഫ് ദി ഗെയിം വീക്ക് ആയി. അതുകൊണ്ട് മെഹറിസിനെയും ഒരുപാട് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഇൻ ചെയ്തു. മൂന്നാമതായി ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേടിയ താരം സതാംപ്ടൺ താരമായ വാട്ടറോസ് ആണ്. അദ്ദേഹം കഴിഞ്ഞ ഗെയിം വീക്കിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഒരുപാട് മാനേജേഴ്സ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തി. നാലാമതായി ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേരിട്ട താരം വിൽസൺ ആണ്. ക്യാരൻ വിൽസൺ കഴിഞ്ഞ ഗെയിം വീക്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നാൽ വരാൻ പോകുന്ന ഗെയിം വീക്കിൽ അദ്ദേഹം കോവിഡ് ആയതുകൊണ്ട് ആ ടീമിന് മത്സരമില്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായും വിൽസൺ കളിക്കുകയില്ല. എന്നാലും ഒരുപാട് മാനേജേഴ്സ് അതിന് മുന്നേ തന്നെ ട്രാൻസ്ഫർ ഇൻ ചെയ്ത താരമാണ് ക്യാരൻ വിൽസൺ. അടുത്തതായി ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേടിയ താരം ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. തീർച്ചയായും കഴിഞ്ഞ 3 ഗെയിം വീക്കുകളായി മികച്ച പെർഫോമൻസ് ആണ് ബ്രൂണോ ഫെർണാണ്ടസ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സും ബ്രൂണോ ഫെർണാണ്ടസിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഇനി നമുക്ക് ഏറ്റവും അധികം ട്രാൻസ്ഫർ ഔട്ട് നേരിട്ട താരങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി ക്രിസ്റ്റൽ പാലസ് താരമായ സാഹയാണ്. അദ്ദേഹം കഴിഞ്ഞ ഗെയിം വീക്കുകളിൽ കോവിഡ് ആയതുകൊണ്ട് കളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സ് സാഹയെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. രണ്ടാമതായി വോൾസ് താരമായ ഹിമിനിസ് ആണ്. ഹിമിനിസും മോശം പെർഫോമൻസും ഇഞ്ചുറിയും ആയതുകൊണ്ട് അടുത്ത ഗെയിമിൽ കളിക്കാൻ സാധ്യതയില്ല. തീർച്ചയായും അദ്ദേഹത്തെയും ഒരുപാട് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. അടുത്തതായി എവർട്ടൺ താരമായ ഹാമിഷ് റോഡ്രിഗസ് ആണ്. മോശം പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സ് ഹാമിഷ് റോഡ്രിഗസിനെയും ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. അടുത്തതായി എവർട്ടൺ താരം തന്നെയായ ഡീഞ്ഞയാണ്. ഡീഞ്ഞയും ഇഞ്ചുറി ആയതുകൊണ്ട് ഒരുപാട് മാനേജേഴ്സ് ഡീഞ്ഞയും ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. അടുത്തതായി വോൾസ് താരം ആയ സെയ്സ് ആണ്. അദ്ദേഹം കോവിഡ് ആയതുകൊണ്ടും കളിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും ഒരുപാട് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഗെയിം വീക്ക് 11ലേക്ക് പോവുകയാണ്. ഡിസംബർ മന്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും വൈൽഡ് കാർഡ് ഉപയോഗിക്കാവുന്ന അവസാന മാസമാണ് ഡിസംബർ. ഡിസംബറിൽ 6 ഗെയിം വീക്കുകൾ ഉണ്ട്. തീർച്ചയായും ഈ 6 ഗെയിം വീക്കുകൾ ഏതെങ്കിലും ഒരു ഗെയിം വീക്കിൽ തന്നെ നമ്മൾ വൈൽഡ് കാർഡ് ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാ മാനേജേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ വൈൽഡ് കാർഡ് ഉപയോഗിക്കാത്ത മാനേജേഴ്സ് തീർച്ചയായും മികച്ച ഒരു അവസരം കാത്തു ഒരു വൈൽഡ് കാർഡ് ഉപയോഗിക്കേണ്ടതാണ്. എന്തായാലും ഡിസംബറിൽ ഒരുപാട് ഗെയിം വീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. തീർച്ചയായും അതുകൂടി ശ്രദ്ധിച്ചു വേണം നമ്മൾ വൈൽഡ് കാർഡ് ഉപയോഗിക്കാൻ. എന്തായാലും ഗെയിം വീക്ക് 11ലേക്ക് പോകുമ്പോൾ സ്പോർട്സ് അറീന റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അതുപോലെ ഫിക്സർ ഈസിനെസ്സും ഡിഫിക്കൽട്ടിയും പ്രത്യേകം ശ്രദ്ധിക്കുക. ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ സ്പോർട്സ് അറീന റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ബെൽ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ ലിബിൻ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്പോർട്സ് അറീന. താങ്ക് യു.